ശ്രീ ബി ആർ എം ഷഫീർ അങ്ങേക്ക് പൂർത്തിയാക്കാം. അല്ല, ഞാൻ പറഞ്ഞത് അതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ റീസൺ. അപ്പോൾ അതാണ് ഒന്ന്. രണ്ട്, ബഹുമാന്യ പ്രകാശൻ പറയേണ്ടത് 51,000 കോടി രൂപയുടെ ഇത് പണം നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്ന് പറയുന്നു. ഏത് വകുപ്പുകളിലാണ് അത് കിട്ടേണ്ടത്? താങ്കൾ തുറന്നു പറയണം. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 3,808 കോടി രൂപയാണ് ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളത്. 500 കോടി രൂപ പെൻഷൻ്റെ പൈസ, അവരുടെ പെൻഷൻ്റെ കേന്ദ്രത്തിൻ്റെ വിഹിതം ഈ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കാകെ കിട്ടാനുള്ളത് 3,100 കോടി രൂപയാണ്. ഇത് ഞങ്ങളുടെ പഠനമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അതിനകത്ത് ആ വിവരം നിങ്ങൾക്ക് പറയാം. ഒന്ന്, നിങ്ങൾ നോക്കേണ്ടത് GST നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ഞങ്ങളത് പരിശോധിച്ചു. എന്താണ് GST നഷ്ടപരിഹാരം? നിങ്ങൾക്ക് തന്നെ അറിയാം, വേണുവിനും അറിയാം, ഇവിടെ ഇരിക്കുന്ന സാമ്പത്തിക വിദഗ്ധനും അറിയാം. ഓരോ കൊല്ലവും കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് GST നഷ്ടപരിഹാരം. അഥവാ ആദ്യ കൊല്ലം കിട്ടുന്നതിൻ്റെ പകുതിയെ രണ്ടാമത് കിട്ടുള്ളൂ, രണ്ടാമത് കൊല്ലം കിട്ടേണ്ടതിൻ്റെ പകുതിയെ അടുത്ത കൊല്ലം കിട്ടുള്ളൂ. ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. 2023 കൂടി GST നഷ്ടപരിഹാരത്തിൻ്റെ കുടിശ്ശിക കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇപ്രാവശ്യം തന്നെ ഏറ്റവും കുറഞ്ഞത് ആദ്യഘട്ടത്തിൽ 19,891 കോടിയും, രണ്ടാമത്തെ പ്രാവശ്യം 4,749 കോടിയും, മൂന്നാമത്തെ പ്രാവശ്യം 8,000 കോടിയും, പിന്നെ ഒരു 3,000 കോടിയും ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. GST നഷ്ടപരിഹാര ഇനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കിട്ടാനുണ്ടെങ്കിൽ ആ കണക്ക് നിങ്ങൾ പറയണം. ഞാനിത് പൊതുജന മധ്യത്തിൽ നിങ്ങളെ വെല്ലുവിളിച്ച് പറയണം. ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ ആളൊന്നുമല്ല, ഞങ്ങൾക്കും കൂടി ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. പ്രതിപക്ഷ നേതാവ് ഇതിനെ നിയമസഭയിൽ ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞങ്ങൾക്ക് കൂടി ഒന്ന് മനസ്സിലാക്കാൻ. രണ്ടാമത്തെ കാര്യം, വായ്പാ പരിധി വെട്ടിക്കുറച്ചു നിങ്ങൾ പറഞ്ഞു. വായ്പാ പരിധിയുടെ എന്ന് പറഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തിൻ്റെ GDPയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്കാക്കുന്നത്. 4% GDP ഉണ്ടായിരുന്നത് 3% കുറയുമ്പോൾ നിങ്ങൾക്ക് വായ്പാ പരിധി എടുക്കാനുള്ള എമൗണ്ട് കുറയും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ? അഥവാ ഈ സംസ്ഥാനത്ത് നിങ്ങളുടെ വളർച്ചാ നിരക്ക് 4% നിന്നും 3% പോയാൽ 3% കണക്കാക്കി മാത്രമേ കടമെടുക്കാനുള്ള പരിധി കിട്ടൂ എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, കിഫ്ബി എടുത്ത പണം അഥവാ കിഫ്ബിയിലേക്ക് നിങ്ങൾ സംസ്ഥാന സർക്കാരിലേക്ക് ഖജനാവിലേക്ക് വരേണ്ട പണം, അത് 20,000 കോടി രൂപ നിങ്ങൾ കിഫ്ബിയിൽ നിക്ഷേപിച്ചിട്ട് അതിനെ സെക്യൂരിറ്റി ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ വേറെ ലോൺ എടുക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലോൺ എടുക്കും. നിക്ഷേപമായിട്ട് വരുന്നത് ഏതാണെന്ന് അറിയാമോ? സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 20,000 കോടി രൂപ എടുത്ത് നേരെ കിഫ്ബിയിൽ വെച്ചിട്ട് അതിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ച് വേറെ ലോൺ എടുക്കാൻ പോകും. അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ കിഫ്ബിയുടെ മരണമണി മുഴങ്ങുന്നതല്ലേ? ഞങ്ങൾ അന്നും ഇത് സൂചിപ്പിച്ചതല്ലേ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം, അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. നികുതി വിഹിതത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, 15ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ലഭിക്കേണ്ട നികുതി വിഹിതം പിരിച്ചെടുക്കാത്ത സ്റ്റേറ്റുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥാനം 2ാം സ്ഥാനത്താണ്. നികുതി വിഹിതം കൃത്യമായി പിരിച്ചെടുക്കാത്ത ഇന്ത്യയിലെ 2ാമത്തെ സ്റ്റേറ്റാണെന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും നിങ്ങൾ നികുതി പിരിക്കാൻ തയ്യാറായോ? അഥവാ ഇവരുടെ ആരോപണം വന്നിട്ട് കൂടി നിങ്ങൾ എന്തെങ്കിലും നടപടിയെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചോദിക്കാം, GST കുടിശ്ശിക ഇനത്തിൽ നിങ്ങൾ പിരിക്കേണ്ട 13,410 കോടി രൂപ നിങ്ങൾ പിരിക്കാത്തതെന്ത്? പലിശ കുടിശ്ശിക ഇനത്തിൽ 5,979 കോടി രൂപ കിട്ടാനുണ്ട്, പിരിക്കാത്തതെന്ത്? വൈദ്യുതി നികുതി ഇനത്തിൽ 3,118 കോടി പിരിക്കാനുണ്ട്, എന്തുകൊണ്ട് പിരിക്കുന്നില്ല? 7 കൊല്ലം മുമ്പുള്ള പിന്നെ ബാറിൻ്റെ അഥവാ മദ്യത്തിൻ്റെ നികുതി, ബാർ മുതലാളിമാരിൽ നിന്ന് പിരിക്കേണ്ട നികുതി 6 കൊല്ലം കഴിഞ്ഞിട്ട് പരിഷ്കരിച്ചുകൊണ്ട് അത് പിരിച്ചെടുക്കാത്ത കാര്യം മദ്യ മുതലാളിമാരെ പിളക്കും എന്നുള്ളത് കൊണ്ടല്ലേ? സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് പിരിക്കേണ്ട നികുതി 10 കൊല്ലം മുമ്പ് പിരിച്ച നികുതിയുടെ അതേ ഘടനയിൽ തന്നെ ഇപ്പോഴും പിരിക്കുന്നതിൻ്റെ കാരണമെന്ത്? സ്വർണ്ണ നികുതി മാത്രം നിങ്ങൾക്ക് കിട്ടാനുള്ളത് 6,118 കോടി രൂപ. ഇതൊക്കെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച കണക്കുകളായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നികുതി പിരിക്കുന്നതിൽ നിങ്ങളുടെ പരാജയം ഒരു ഭാഗത്ത്, മറുഭാഗത്തോ നേരത്തെ വേണു പറഞ്ഞതുപോലെ ഒരു കേരള മോഡൽ എന്ന് പറഞ്ഞു. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്നതായി ഇന്നലെ റിപ്പോർട്ട് വന്നു. കേരള മോഡലാണ്. 18 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പണം കൊടുക്കാത്ത കാരണത്താലും ഇന്നോവേഷൻ നടത്താത്ത കാരണത്താലും എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമായി പ്രവർത്തിക്കുന്നു എന്ന കാര്യവും പരിഗണിക്കണമേ തുല്യമായി. ഇനി ഒരു കാര്യം ഒരു കാര്യം അല്ല, അങ്ങനെയെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. അങ്ങിപ്പോ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയല്ലോ, കേരളവുമായി ബന്ധപ്പെട്ടൊരു കുറ്റപത്രം. അങ്ങനെയെങ്കിൽ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളും സമാനമായ ആവശ്യം കർണാടക വയ്ക്കുന്നുണ്ട്. എന്താണ്? ഈ കേന്ദ്ര ഫണ്ട് വിഹിതം
അതിനകത്ത് നീതി നിഷേധം ഉണ്ടാകുന്നു എന്ന് കർണാടക പറയുന്നു, കേരളവും അത് പറയുന്നു. ആ കാര്യത്തിലെങ്കിലും ഒന്ന് യോജിക്കാമോ? ഇല്ല, കർണാടകത്തിൽ മാത്രമേ നിങ്ങൾ യോജിക്കുകയുള്ളൂ. ഇനി ഒരു സെക്കൻഡ് കേന്ദ്ര ഗ്രാന്റ് അല്ലല്ലോ, ഒരു സെക്കൻഡ് കേന്ദ്ര ഗ്രാന്റ് ഇതാണ് കേരളം പറയുന്നത്, ഇതാണ് കർണാടകവും പറയുന്നത്. ഇല്ലല്ലോ, ഒരു മിനിറ്റ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി കിട്ടേണ്ട വിഹിതം അതും കിട്ടുന്നില്ല, ഇതും കേരളം പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും കൂടെ അതിലെങ്കിലും ഒന്ന് യോജിക്കുമോ? യോജിക്കുമോ? കേന്ദ്ര ഫണ്ട്, ഗ്രാന്റ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ വിഹിതം കർണാടക മാത്രമേ ഉള്ളൂ ഈ നീതി നിഷേധം അനുഭവിക്കുന്നത്. അങ്ങനെയാണോ അഭിപ്രായം? അപ്പൊ വേണു പറയുന്നത് BRM ഷഫീർ ഉയർത്തിയ വാദങ്ങൾ തെറ്റെന്നാണോ, കണക്ക് തെറ്റെന്നാണോ? ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. കേന്ദ്ര ഫണ്ട്, കേന്ദ്ര ഗ്രാന്റ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം, ഇതിലെ നീതി നിഷേധം കർണാടക മാത്രമാണോ അനുഭവിക്കുന്നത്, കേരളം അനുഭവിക്കുന്നില്ല എന്നാണോ? ഒറ്റ ചോദ്യം. എന്റെ ചോദ്യത്തിന് ഉത്തരം എന്താ? അങ്ങയുടെ കണക്കുകൾ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞല്ലേ? നിൽക്കട്ടെ. ഇനി അങ്ങയുടെ കണക്കുകൾ ശരിയെന്ന് ഞാൻ അങ്ങ് അംഗീകരിക്കുന്നു എന്നിരിക്കട്ടെ. എന്റെ ചോദ്യത്തിന് അങ്ങനെയെങ്കിൽ അങ്ങ് വഴങ്ങ്. കേന്ദ്ര ഫണ്ട്, കേന്ദ്ര ഗ്രാന്റ്, കേന്ദ്രാവിഷ്കൃത പദ്ധതി, ഇതുമായി ബന്ധപ്പെട്ട നീതി നിഷേധം കർണാടക മാത്രം അഭിമുഖീകരിക്കുന്നതാണോ? കർണാടകത്തിന് എന്തുമാത്രം ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നോ, കർണാടക എന്തുമാത്രം GST കുടിശ്ശിക പിരിക്കാനുണ്ടെന്നോ, കർണാടകത്തിന് എന്തുമാത്രം വിഹിതം കിട്ടാനുണ്ടെന്നോ, കർണാടകത്തിന്റെ GDP നിരക്കോ, കർണാടകത്തിന് കിട്ടേണ്ട കടമെടുപ്പിന്റെ പരിധിയെ സംബന്ധിച്ചോ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പഠിച്ചാൽ ഞാൻ അതും പറയും. ശരി, നമുക്കത് അവിടെ വിടാം. ശരി, പ്രകാശൻ മാഷ്, ഇവിടെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി. അല്ലല്ല, BRM കഴിഞ്ഞു.